എവരിവൺ, വെൽക്കം ടു ഗോസ്റ്റ് പ്ലേറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മീഡിയ മോഡിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. മീഡിയ മോഡ് എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഗോപ്രോയിൽ പല കാര്യങ്ങൾക്കും നമുക്ക് മീഡിയ മോഡ് വേണം. ഫോർ എക്സാമ്പിൾ മൈക്ക്, HDMI പോർട്ട്, മീഡിയ ടൂൾ ഉണ്ടെങ്കിൽ തന്നെ പല ഫീച്ചേഴ്സ് നമുക്ക് അൺലോക്ക് ആയി കിട്ടുള്ളൂ. പക്ഷേ ഇത് വർത്ത് ആണോ അതോ ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ പറയാനുള്ളത്. ഇത് ഫുള്ളായിട്ട് കാണാൻ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഗോപ്രോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറേ ഡിസ്അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൻ്റെ എല്ലാം എയർ ടൈറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പെസിഫിക് ഡോറ് വാങ്ങിക്കുകയാണ് ഇതിൻ്റെ. പക്ഷെ ഇതിൻ്റെ ടൂൾസ് നല്ല രീതിയിൽ കിട്ടും, നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഹീറോ 10, 9 മുതൽ അങ്ങോട്ടുള്ള എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്ക് വളരെയധികം പൈസ കൊടുക്കണം. ആൻഡ് ഇത് ഇവർ മാത്രമേ ഇറക്കുന്നുള്ളൂ ഇതിൻ്റെ മീഡിയ ടൂളുകളും മീഡിയ മോഡും കാര്യങ്ങളൊക്കെ. ഇവരുടെ അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ ഇതിൻ്റെ ഹാഫ് പ്രൈസേ ഉള്ളൂ, പക്ഷേ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഈ ഒരു ക്യാമറ എൻ്റെ കയ്യിലെത്തിക്കുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലോക്കൽ വേർഷനൊക്കെ, പക്ഷേ അടിച്ചു പോയി. 2 ദിവസം കൊണ്ട് അടിച്ചു പോയി. നമുക്ക് റീഫണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ എക്സ്പൾസ് എടുത്തപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എന്നും ഓടിയൊരു കാര്യമാണ്, എനിക്ക് ഇതിൽ വ്ളോഗ് ചെയ്യണം. പക്ഷേ എനിക്ക് എക്സ്പൾസിൽ എനിക്ക് ഇതുവരെയായിട്ട് മര്യാദയ്ക്കൊരു വ്ളോഗ് ചെയ്യാൻ ഇതുവരെയായിട്ട് പറ്റിയില്ല. കൂടുതലും ചെയ്തിരിക്കുന്നത് നമ്മളെ പ്ലാറ്റിനയിലാണ്. ആൻഡ് താങ്ക്സ് ടു പ്ലാറ്റിന ഫോർ റീച്ചിങ് മീ 100 സബ്. നമ്മളെ ഏകദേശം 37 സബിൽ നിന്ന് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് നമ്മളെ സ്വന്തം പ്ലാറ്റിനയാണ്. ആൻഡ് താങ്ക്സ് ടു സ്വിഗ്ഗി. കാരണം ഇതിനെല്ലാം എനിക്കിപ്പോൾ പൈസ അടയ്ക്കാൻ പറ്റുന്നത് സ്വിഗ്ഗി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. സ്വിഗ്ഗി നല്ലൊരു ഓപ്ഷനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിന് കുറേ കാരണങ്ങളുണ്ട്, അതെല്ലാത്തിനും ആവുന്നതിനൊക്കെ. സോ അത് നമുക്ക് ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്ത് തീർക്കണ്ട. ഇതിപ്പോൾ ഞാൻ ഇന്നാൾ കൊണ്ടുവച്ച് അതേപോലെ വെച്ചാണ്. ആകെ 10% ഉള്ളൂ ഈ ഒരു ക്യാമറയിലിപ്പം. സോ നമുക്ക് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കാര്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്യാറ് നമ്മുടെ സ്വിഗ്ഗി വ്ളോഗാണ്. ബട്ട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ലോങ് ഡ്രൈവൊക്കെ പോകണം. ആൻഡ് കേരളം മൊത്തം എനിക്ക് നല്ല രീതിക്ക് ചുറ്റിക്കറങ്ങണം. ആസ് യൂഷ്വൽ എനിക്ക് ഇന്ത്യ മൊത്തം കറങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എനിക്ക് കേരളത്തിൻ്റെ മുക്കും മൂലം അറിയാനുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ ബൈക്ക്. ശരിക്കും എൻ്റെ പാരൻസ് എനിക്ക് ഈ വണ്ടി മേടിച്ചു തരുന്ന പോലും എനിക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾ ഡീലർഷിപ്പ് പോയപ്പം വെറും ആഗ്രഹം ഉണ്ടായിരുന്നത് 100 cc മുകളിലുള്ള ബൈക്കാണെന്നായിരുന്നു. അവരോട് ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ മീഡിയ മോഡ് എടുത്തിട്ട് ആദ്യം ഒരു ട്രിപ്പ് എന്തായാലും പോവും. അത് ഇപ്പം ഗോപ്രോയിൽ നമ്മളെ ഒരു സ്വിഗ്ഗി വ്ളോഗ് അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് തീർത്തില്ല. അതിനിടെ PC ഡാമേജ് ആയതുകൊണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. അതാ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്ത. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൈ ഗോപ്രോ ഈസ് എ ബിറ്റ് എക്സ്പെൻസീവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോപ്രോ നമ്മൾ ഓൾറെഡി 20,000 നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ആകെ ബാറ്ററി ആൻഡ് ഇത് മാത്രമേ കിട്ടുള്ളൂ, ഒരു പോർട്ട്. വേറെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ ഒരു നേരത്തെ നമുക്ക് DJയിൽ നോക്കുകയാണെങ്കിൽ പല പല ഫീച്ചേഴ്സ് പ്ലസ് അതിൽ ഹെഡ്ഫോൺ കുത്താനുള്ളൊരു ഫീച്ചറും കൂടി നമുക്ക് തരുന്നുണ്ട്. അതൊരു വലിയൊരു ഗെയിം ചേഞ്ചറാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു മീഡിയ മോഡ് എന്ന സാധനം മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. പക്ഷേ എന്നാലും പലരും ഇപ്പോൾ പറയുന്നുണ്ട് DJI Osmo 4 കുറച്ചുകൂടിയും ബെറ്ററാണ് കമ്പയർ ടു GoPro 12. യെസ്, ഏറ്റവും പുതിയ GoPro 12 ആണ്. അപ്പോൾ GoPro 12 ആണ് ബെറ്റർ. പൊട്ടയാണെങ്കിൽ ഐ വുഡ് നെവർ ആർഗ്യൂ വിത്ത് ദിസ്. ഈ ഒരു സാധനം വെച്ച് ഞാൻ ഒരിക്കലും പോരാടിയിട്ടും കാര്യമില്ല. ഇത് മറ്റേത് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാനും പറ്റില്ല. സോ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. മീഡിയ മോഡിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മൾ മീഡിയ മോഡ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഡോറ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വിഗ്ഗി വ്ളോഗ് എടുക്കുമ്പോൾ ഏറ്റവും ഈസി ചാർജബിൾ ആണെങ്കിലാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഡ്രസ്സും കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും എന്നെ തന്നെ ഞാൻ എവിടെയാണെന്ന് എക്സ്പോസ് ചെയ്യുന്നില്ല. ബസ്സിൽ ഞാൻ കോഴിക്കോടാണെന്ന് എല്ലാവർക്കും അറിയും. കാരണം കോഴിക്കോടിലാണ് എൻ്റെ വർക്കുള്ളത്. നമുക്ക് നമ്മുടെ ഗോപ്രോൻ്റെ ഒരു കിടുകിടു ഫോട്ടോ ഉണ്ട്. ഇത് GoPro 12ൻ്റെ പടമാണ്. ദാറ്റ് മീൻസ് ദ ബോക്സ് ഇസ് ന്യൂ. അപ്പോൾ ഇത് പഴയതല്ല, വലിയ പഴക്കമൊന്നുമില്ല ഇതിന്. കാരണം 12 വന്നിട്ടും വലിയ ടൈമൊന്നും ആയിട്ടില്ല. സോ ഇത് പോർട്ടബിൾ, കണക്റ്റബിൾ വിത്ത് Hero 12, Hero 11 ബ്ലാക്ക് ആൻഡ് Hero 10 ബ്ലാക്ക്. സോ ഓൾമോസ്റ്റ് എല്ലാമായിട്ട് ഇത് സ്യൂട്ടബിൾ ആണ്. ബാക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. സോ ഇവിടെ നമുക്ക് നമ്മുടെ ബോക്സ് ഈ ഒരു സാധനമാണ് നമ്മളെ ശരിക്കും മീഡിയ മോഡ്. സോ ആസ് യൂഷ്വൽ GoPro വാങ്ങിയവർക്ക് അറിയാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ബോക്സ് തുറക്കൽ പരിപാടി. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെയും അത് തന്നെയാണ്. നമ്മുടെ ബോക്സ് തുറന്നിട്ടുണ്ട്. സോ ഇത് ഇങ്ങോട്ട് തുറക്കുകയാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ അടുത്ത ബോക്സ്. ഇതിൽ കുറച്ച് പേപ്പറും ബോക്സും കാര്യങ്ങളും ഇതാ ഇവിടെ സൈഡിലുണ്ട്.
അത് നമ്മളെന്തായാലും വായിക്കാൻ പോകുന്നുണ്ട് തോന്നുന്നില്ല. ഇനി ആവശ്യം വരും, അതുകൊണ്ട് തന്നെ എടുത്ത് കളയുന്നുമില്ല. ഓക്കെ, നമ്മൾ സ്ലൈഡ് ചെയ്ത് തുറക്കുവാണ്. ആൻഡ് വി ഗോ. വരട്ടെ. വി ഗോ. നമ്മുടെ ബോക്സും പേപ്പറും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ സപ്രസറാണ്. നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ടു ഹാവ്. ഇതാണ് നമ്മുടെ മീഡിയ മോഡിൻ്റെ ലുക്ക്. ഒരു പ്യുവർ പ്ലാസ്റ്റിക് ആണ്, ഫ്രെയിം പോലെ. നമ്മുടെ ഗോപ്രോൻ്റെ ഫ്രെയിമിനെക്കാട്ട് കുറച്ചും കൂടിയും പൊട്ടയാണെന്നേ അറിയുള്ളൂ. അടിപൊളിയൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ, ആൻഡ് ഓഫ് കോഴ്സ് ഇതിലെ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം അഡീഷണലാണ്. ഐ മീൻ മൈക്കും കാര്യങ്ങളെല്ലാം അഡീഷണലാണ്. ഇത് കഴിയോ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു നോയ്സ് സസ്പെൻഷൻ സാധനമാണ്. ഇത് ഒറിജിനലിലൊന്നും കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ റബ്ബറാണ്. സ്വിച്ചസ് എല്ലാം നല്ലൊരു റബ്ബർ ക്വാളിറ്റിയിലാണ്. ആസ് നമ്മുടെ നോർമൽ ഗോപ്രോൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ മൗണ്ടും കാര്യങ്ങളും ഉണ്ട്. നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് തോന്നുന്നില്ല. നമുക്ക് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഇത് മൗണ്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. സോ നമുക്ക് ആദ്യം ഗോപ്രോ ഇതിലേക്ക് കയറ്റാം. ഓക്കെ, ഞാൻ ഗോപ്രോ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സൈഡ് ഡോർ തുറന്നിട്ടുണ്ട്. ചെറിയൊരു ഡാമേജ് ഉണ്ട് ഇതിൽ. അത് നമ്മൾ ഈ അഡീഷണൽ വെച്ചപ്പം പറ്റിയ ഡോറ് വെച്ചപ്പം പറ്റിയൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കുക, സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് മൗണ്ടിലേക്ക് വെച്ചിട്ടുണ്ട്. സോറി, എൻ്റെ ഫിംഗർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ മൗണ്ട് ഫോക്കസ് ആവുന്നില്ല. മൗണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഗോപ്രോ അടയ്ക്കുന്ന പോലെ അടച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി ലോക്ക് ആവും. ആൻഡ് വി ഗോ. നമ്മുടെ മീഡിയ മോഡ് കണക്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയ മോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നമ്മുടെ ക്യാമറയ്ക്ക് മനസ്സിലാവും അത് മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ എഴുതി വെച്ച് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, പ്രൗഡ് ഓഫ് ബൈയിങ് ദിസ് ഇയർ. ഇത് 10,000 രൂപയായാലും ഇതില്ലാണ്ട് നടക്കില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അൺബോക്സിങ്. കുറച്ച് പണിയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് മീഡിയ മോഡ് ഒരു ചെറിയൊരു പ്രശ്നമാണ്. ഓക്കെ, ഇത് 9,000 രൂപേൻ്റെ അടുത്താവുന്നൊരു സാധനം ആയതുകൊണ്ട് തന്നെ നല്ല മെനക്കെടാണിത്, പൊട്ടിപ്പോകാണ്ട് നോക്കണം. എന്തുകൊണ്ടാണ് ഗോപ്രോ ഒരു എഫിഷ്യൻ്റ് അല്ലാത്ത സാധനമായി മാറുന്നതെന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് ചില്ലറ പൈസയ്ക്കൊന്നും കിട്ടിയൊന്നല്ല ഇത്. പൈസ ഉണ്ടായിട്ടും എടുത്തതുമല്ല. എൻ്റെ ഈ ഒരു ആഗ്രഹം, ഈ ഒരു ക്രേസിൻ്റെയും പേരിൽ എടുത്തൊരു സാധനമാണിത്. ആൻഡ് ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ചെസ്റ്റ് മൗണ്ട് വരെ യൂസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഇറ്റ്സ് ഇല്ലീഗൽ ടു യൂസ് എ ഹെൽമെറ്റ് മൗണ്ട് യൂസ് ചെയ്തിട്ട് ഓട്ടാൻ പറ്റില്ല. അത് ഇനി ആരും ഒന്ന് പറഞ്ഞിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഓട്ടി പെട്ടുപോയാൽ എന്നെ പറയരുത്. കാരണം ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ, ഐ മീൻ ഇതൊരു സേഫ്റ്റി ക്യാമും കൂടി ആയിട്ടാണ് എനിക്കിത് വർക്കിംഗ് ആയിട്ട് തോന്നി. എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ പലപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അത് ഓണാക്കാൻ പറ്റുവാണെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് തോന്നിയ മൊമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ കയ്യിലുണ്ടായിട്ട് പോലും ഓണാക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്, മൗണ്ട് ഇല്ലാത്തത് കൊണ്ടൊക്കെ. നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടെടുക്കാം. കൂളിംഗ് ഗ്ലാസ് എൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജ് വന്ന് കൊണ്ടാരം. സോ ND ഫിൽറ്ററും ഇതും എല്ലാം നമുക്കിതിൽ ഒരൊറ്റ സാധനത്തിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രസമുണ്ട്. ഒരു പ്രൊഫഷണൽ ഗോപ്രോ ആയിട്ടുണ്ട് എൻ്റെ ഗോപ്രോ കാണാൻ. പ്രൊഫഷണൽ ഗോപ്രോയോ. സോ ഇതിൽ നമുക്ക് 3 ഇത് കിട്ടും. ഒന്ന് നമ്മുടെ സാധാ ചാർജിങ് പോർട്ട്, ഒന്ന് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക്. സോ ഹെഡ്ഫോൺ ജാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കയ്യിൽ വെച്ചായിരുന്നത്. സോ ഇത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ നമുക്കത് നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യം. ട്രാപ്പ് ഡോറോ എന്ത് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വേറെ ഒന്നുമല്ല, നമ്മുടെ ഗോപ്രോ കൂടെ സംസാരിച്ചാൽ മൈക്ക് വർക്ക് ആവുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഇത് വർക്കിംഗ് ആണ്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ നമുക്കിതൊരു റൗണ്ട് അടിച്ച് വരാം. ചാർജ് ചെയ്തൊക്കെ സെറ്റാക്കിയിട്ട് ഇനി പവർ ബാങ്ക് വർക്ക് ചെയ്യുമെന്ന് അറിയണം. അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഗൈസ്, പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നോക്കി എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ മേടിച്ച മൈക്കുണ്ടല്ലോ, വർക്കിംഗ് അല്ല. സോ നമുക്ക് ഒന്നില്ലെങ്കിലും മൊവാനോൻ്റെ AU400 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻറ്റ് മൈക്കുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പം തൽക്കാലം റീപ്ലേസ്മെൻറ്റ് കൊടുത്ത് നല്ല കിട്ടുമായിരിക്കും. മൈക്ക് ടെസ്റ്റ് ആണ്, നോക്കുവാണ്.
എനിക്കറിയില്ല. സോ ഇതൊരു മൈക്ക് ടെസ്റ്റാണ്. ഇപ്പം വേറെ മൈക്ക് മേടിച്ചിരിക്കുകയാണ്. ബോയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ നല്ല കമ്പനിയാണെന്നാണ് കേട്ട്. നോ വാറണ്ടി നത്തിങ്. ബട്ട് 1000 രൂപയായി. ക്യാമറ ആയതുകൊണ്ട്, ഇത്രയും വില കൊടുത്ത ക്യാമറ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ് മേടിച്ചില്ലേ. ഞാൻ ഇത്രയും വില കൊടുത്ത് ഇതൊന്നും മേടിക്കാൻ നിൽക്കത്തില്ല. സോ അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് എ ബിറ്റ് എക്സ്പെൻസീവ് ഐറ്റം ആയിട്ടാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഗോപ്രോസിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിയപ്പോൾ മുതലേ നഷ്ടമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇനിയിപ്പം എത്ര കാലം ഗോപ്രോ ഈ ഒരു മോഡൽ കൊണ്ടുനടക്കുന്നു നമുക്കറിയത്തില്ല. സോ ഇറ്റ്സ് എ ബിഗ് ഡീൽ. എത്തിയല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ചുമ്മാ കറങ്ങാൻ മൈക്ക് വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. കയറിക്കളി. പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വരാനായി, പോയി കൂട്ടിക്കോ ബിളോ. അപ്പം എന്തായാലും എനിക്ക് മൈക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾ വന്നോണ്ട് നിങ്ങളെയും കൂട്ടാം. മൈക്ക് ശരിയായിട്ടില്ല. മൈക്ക് വേറെ വാങ്ങിയത് 1000 രൂപ പോയി. ഓക്കേ, ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ വരാൻ വേണ്ടി കാത്തുനിന്നു.